അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നു. ഇസ്ലാമിക അയൽക്കാർക്കിടയിലെ അതിശക്തമായ സംഘർഷമെന്നാണ് നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഖൈബർ പക്തൂൺഖ്വയിലെ കൊഹാത്ത് പ്രദേശത്തുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലും അഫ്ഗാൻ ഡ്രോൺ ആക്രമണം. അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ വിവരം അറിയിച്ചത്. പ്രതികാര ആക്രമണങ്ങൾ ഡ്യൂറൻ ലൈനിലെ ഒരു യുദ്ധ കമാൻഡ് സെന്ററായ പാകിസ്ഥാനിലെ കൊഹാത്ത് മിലിറ്ററി ഫോർട്ടിനും കോട്ടയുടെ കമാൻഡറുടെ ഓഫീസിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കോട്ടയിലെ സൈനിക സ്ഥാപനങ്ങൾ, കമാൻഡ് സെന്റർ, ഡിപ്പോകൾ, സൈനികരുടെ താമസ സ്ഥലങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ഇത് ഗണ്യമായ മനുഷ്യ ഭൗതിക നഷ്ടങ്ങൾക്ക് കാരണമായി എന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഡ്യൂറൻ ലൈനിനടുത്തുള്ള ഖോസ്റ്റ് പ്രവിശ്യയിലെ അലിഷെർ തെരേസായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് സൈന്യം പീരങ്കി വെടിവയ്പ് നടത്തിയതിനു ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ വിമാനത്താവളത്തിന് സമീപമുള്ള സ്വകാര്യ വിമാന കമ്പനിയായ കാമെയറിന്റെ ഇന്ധന ഡിപ്പോകളിലും പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തി. ആഭ്യന്തര വിമാന കമ്പനികൾക്കും ഐക്യരാഷ്ട്രസഭയുടെ വിമാനങ്ങൾക്കും ഇന്ധന സാമഗ്രികൾ നൽകുന്നത് താലിബാൻ കമ്പനിയാണെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞു. ഹാജി ഖാൻ സാധ എന്ന ദേശീയ വ്യാപാരിയുടെ ഇന്ധന സംഭരണശാല പാകിസ്ഥാൻ മുൻപ് ആക്രമിച്ചതായും സബീഹുള്ള മുജാഹിദ് ആരോപിച്ചു. ഫെബ്രുവരിയിൽ ഡ്യൂറൻ രേഖയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വ്യോമാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട അതിർത്തിയിൽ ഏറ്റുമുട്ടലുകൾ രൂക്ഷമായതോടെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലും മറ്റ് നഗരങ്ങളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ഡ്യൂറൻ ലൈൻ തർക്കവും 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി. ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാൻ താലിബാൻ പോലുള്ള സായുധ ഗ്രൂപ്പുകളെ താലിബാൻ നിയന്ത്രിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TTP എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. 2007 പാകിസ്ഥാനിലാണ് TTP ഉടലെടുത്തത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്നും വേറിട്ടതാണെങ്കിലും ഗ്രൂപ്പുമായി ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരവും സാമൂഹികവും ഭാഷാപരവുമായ ബന്ധം അവർ പങ്കിടുന്നുണ്ടെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിൽ TTPയും വിഭവങ്ങളാൽ സമ്പന്നമായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും നടത്തുന്ന സായുധ ആക്രമണങ്ങൾ സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചു. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പക്തൂൺഖ്വയും ബലൂചിസ്ഥാനുമാണ് ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.